ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 16, 2024 6ാം ക്ലാസ് സോഷ്യൽ സയൻസ് ആൻസർ കീയാണ്. 2024 മാർച്ച് നടന്ന എല്ലാ ചോദ്യപേപ്പറിൻ്റെയും ആൻസർ കീ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ കഴിയും. അതേപോലെ തന്നെ 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും വീഡിയോസും ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ്. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ നിങ്ങൾക്ക് സഹായകരമാകും. അപ്പോൾ ഈ ചോദ്യം തന്നെ നോക്കിയാൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഫൈനൽ റിവിഷനൊക്കെ കണ്ടവർക്ക് ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു. അതിലൊക്കെ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ ആനുവൽ എക്സാമിന് വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ 6 ആക്ടിവിറ്റീസിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക, അറിയാവുന്നതൊക്കെ ടിക്കറ്റ് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി 1 ആണ്. ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് സെവറൽ ഡൈനാസ്റ്റീസ്. ഗിവൺ ബിലോ ആർ ദ കോൺട്രിബ്യൂഷൻ ബൈ ദ medieval rulers whose centers of administration was Delhi. Arrange and write them according to the rulers who implement them. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തത് ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് ഭരണം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് മാറ്റിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് ദ സീറ്റ് ഓഫ് പവർ ഇൻ 1206. അതാരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചത്. ഇമ്പോർട്ടഡ് ഹോഴ്സസ് ഫ്രം ഇറാഖ് ആൻഡ് സ്ട്രെങ്തൻ ദ മിലിറ്ററി പവർ. അതാരാണ്? അലാവുദ്ദീൻ ഖൽജി. ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചർഡ് ഡൽഹി. അത് ബാബറാണ്. മുഗൾ എംപയർ എക്സ്പാൻഡഡ് മോർ ഡ്യൂറിങ് ദിസ് പീരീഡ്. അതാരാണ്? ഔറംഗസേബാണ്. ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം. തങ്ക ആൻഡ് ജിത്താൽ വേർ ദ കോയിൻസ്. അതാരാണ്? അത് ഇൽത്തുമിഷാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൽത്തുമിഷ് എന്താണ്? തങ്ക ജിറ്റാളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നെ യൂണിഫോം മോണിറ്ററി സിസ്റ്റം. അലാവുദ്ദീൻ ഖൽജി എന്താണ്? ഇറാഖിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്തു. ഹോഴ്സസ് ഇമ്പോർട്ടഡ് ഫ്രം ഇറാഖ്. മുഹമ്മദ് ബിഗിൻ ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ബാബർ. എന്താ ചെയ്തത്? ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചർഡ് ഡൽഹി. ഔറംഗസേബ് എന്താ ചെയ്തത്? ഔറംഗസേബ് ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോർ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഔറംഗസേബിൻ്റെ കാലത്താണ് മുഗൾ എംപയർ വലിയൊരു രാജ്യമായി മാറിയത്. ഇനി അടുത്തത് എമംഗ് ഗിവൺ വിച്ച് ആർ ദ 3 ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഡൽഹി ടു ബിക്കം ദ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആകാൻ വേണ്ടിയിട്ട് ഡൽഹിയെ സഹായിച്ച 3 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? അപ്പോൾ ആരവല്ലി മൗണ്ടൻ, നർമ്മദ താപ്തി, സിന്ധു ഗംഗ. അതെല്ലാം ഇതുമല്ല. പിന്നെന്താ? സിന്ധു ഗാൻജറ്റിക് പ്ലെയിൻ, ആരവല്ലി മൗണ്ടൻ, യമുന നദി. ഈ 3 കാര്യങ്ങളാണ് ഡൽഹിയെ ഒരു പ്രോമിനൻറ്റ് പവർ ആകാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 2. ഗിവൺ ബിലോ ആർ ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് റീജിയൻ. ഒന്ന് പിഗ്മീസ്, ഇന്യൂട്ട്സ്, ഒയാസിസ്, അതേപോലെ ഇക്വേറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ ഇത് ചോദ്യം ഇതാണ്. അനലൈസ് ദ അബോവ് പിക്ചേഴ്സ് ആൻഡ് മേക്ക് നോട്ട് ഓൺ എനി ഓഫ് ദം. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ ഏതെങ്കിലും 2 പിക്ചേഴ്സ് അതിൻ്റെ നോട്ട്സ് എഴുതാനാണ് പറഞ്ഞത്. 4 എണ്ണം തന്നിട്ടുണ്ട്. അത് 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് പിഗ്മീസിനെ വെച്ച് നോക്കാം. പിഗ്മീസ് യൂഷ്വലി ഹാവ് ഷോർട്ട് സ്റ്റാച്ചർ ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ. അപ്പോൾ പിഗ്മീസ് എന്ന് പറയുന്നത് എന്താണ്? ഉയരം കുറഞ്ഞ ശരീരപ്രകൃതമാണ്. അതേപോലെ ഇരുണ്ട നിറമാണ്. യൂഷ്വലി ഹാവ് ഷോർട്ട് സ്റ്റാച്ചർ ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ. കസാവ ഈസ് ദെയർ സ്റ്റേപ്പിൾ ഫുഡ്. അവരുടെ മുഖ്യ ഭക്ഷണം എന്താണ്? കസാവയാണ്, അതായത് മരച്ചീനി. ദേ ഓൾസോ ഈറ്റ് 100 മീറ്റ്. അതേപോലെ തന്നെ ആൻഡ് ഗാദർഡ് ഫ്രൂട്ട്സ്. അതേപോലെ 100 മീറ്റ് വേട്ടയാടി കിട്ടുന്ന മീറ്റും അതേപോലെ തന്നെ ഫ്രൂട്ട്സും അവർ ഭക്ഷിക്കുമായിരുന്നു. ദി ഓഫൺ വെയർ ഡിയർ സ്കിൻ ഓർ ലീവ്സ് ആസ് ക്ലോത്ത്. മാനിൻ്റെ തുകലും ഇലകളുമായിരുന്നു അവരുടെ ക്ലോത്ത്. ദേ ബിൽഡ് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബ്രോഡ് ലീവ്സ്.
അപ്പോൾ സെമി സർക്കിളിലെ വീടായിരുന്നു അവരുണ്ടാക്കിയിരുന്നത്. അത് ആരാണ്? മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുണ്ടായിരുന്നത്. ദേ ഡിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. അവർ പിന്നെ എന്താണ് മരങ്ങളെയും അതേപോലെ തന്നെ വനങ്ങളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇനി അടുത്ത എന്താ? ഒയാസിസ്. ഒയാസിസ് എന്ന് പറഞ്ഞാൽ അതർ പ്ലേസസ് വെർ വാട്ടർ അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്സ്. അപ്പോൾ മരുഭൂമിയിൽ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒയാസിസ് എന്ന് പറയുന്ന other places where water is available. Plants, animal and human habitation are largely concentrated in and around these water bodies. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ജലാശയങ്ങളെ ഈ ഒയാസിസിനെ ചുറ്റിപ്പറ്റിയിട്ട് സസ്യങ്ങളും ജന്തുക്കളും അതേപോലെ തന്നെ എല്ലാ കോൺസെൻട്രേറ്റഡ് ഏരിയ ആണ്. ഇനി അടുത്തത് ഇന്യൂട്ട്സ് ആണ്. ഇന്യൂട്ട്സ് ആർ ദ ഡെല്ലേഴ്സ് ഓഫ് പെർമനൻ്റ്ലി സ്നോ കവേർഡ് റീജിയൻ ഇൻ നോർത്തേൺ പാർട്ട് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറേഷ്യ. അപ്പം യൂറേഷ്യ എന്നിടങ്ങളിലൊക്കെ കാണുന്ന പിന്നെ സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണ് ഇന്യൂട്ട്. ദ റീജിയൻ ഈസ് ക്യാരക്ടർ ബൈ എക്സ്ട്രീംലി ലോങ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഈച്ച് ലാസ്റ്റിംഗ് അബൌട്ട് 6 months. ഇന്യൂസ് ആർ അഡാപ്റ്റഡ് ടു അഡ്വേഴ്സ് ക്ലൈമറ്റ് ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സ്. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആർ ദ മീൻസ് ഓഫ് ലൈഫ്. മൃഗവേട്ടയും അതേപോലെ തന്നെ മത്സ്യബന്ധനവുമാണ് ഇവരുടെ പ്രധാന ജീവിതോപാധി. ദേ ലിവ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് നെവർ സെറ്റിൽ എനിവർ പെർമനൻ്റ്ലി. ഇവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തും താമസിക്കാറില്ല. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഓഫ് ദ വേൾഡ് ആക്സെപ്റ്റഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് സ്യൂട്ടബിൾ ഫോർ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഡെമോക്രാറ്റിക് ഗവേണൻസിന് ഉള്ള ബെനിഫിറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലേതാണെന്ന് നോക്കുക. ഡെമോക്രാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏതാണെന്ന് നോക്കാം. റെസ്പെക്റ്റ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ, ശരിയാണ്. പ്രൊട്ടക്റ്റ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, അതും ശരിയാണ്. ദ പീപ്പിൾ ആർ ഇൻഡപ്റ്റഡ് ടു ദ റൂളേഴ്സ്, റൂളേഴ്സിനോട് പീപ്പിൾ കടപ്പെട്ടിരിക്കുന്നില്ല. ദ റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ, ഭരണാധികാരികളാണ് ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത്. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്റ്റഡ് ടു ദ സെയിം ലോ, അത് ശരിയാണ്. റൂളേഴ്സിനും അതേപോലെ തന്നെ ജനങ്ങൾക്കും ഒരേ പവറാണുള്ളത്, ഒരേ ലോ ആണുള്ളത്, ഒരേ നിയമമാണുള്ളത്. റൂൾസ് ആർ ആൻഡ് പീപ്പിൾ ആർ സബ്ജക്റ്റ് ടു ഡിഫറെൻറ്റ് ലോസ്. അവർ വേറെ, റൂളേഴ്സിന് വേറെ അല്ലെങ്കിൽ പീപ്പിളിന് വേറെ എന്നുള്ള ലോ ഇല്ല. ഇനി അടുത്ത വിച്ച് ഫോം ഓഫ് ദ ഗവൺമെൻറ് എക്സിസ്റ്റ് ഇൻ മ്യാൻമാർ. മ്യാൻമാറിൽ ഏത് ഭരണമാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ, മൊണാർക്കി, സുൽത്താനറ്റ് റൂൾ, മിലിറ്ററി റൂൾ, ഡെമോക്രസി. അപ്പോൾ ഏതാണ്? മിലിറ്ററി റൂളാണ്. ഓക്കെ, ഇനി അടുത്തത് ആഫ്റ്റർ ദ ഫോൾ ഓഫ് പെരുമാൾസ് ഇൻ മിഡീവൽ ദ നാടുവായിസ് കം ടു പവർ. അപ്പോൾ പെരുമാൾസിന് ശേഷം വന്നവരാണ് നാടുവാഴികൾ. വാട്ട് ആർ ദി ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ മിഡീവൽ കേരള ആൻഡ് വെൻ നാടുവായി കെയിം ടു ത്രോൺ ആഫ്റ്റർ പെരുമാൾ. അപ്പോൾ പെരുമാൾക്ക് ശേഷം നാടുവാഴികൾ വന്നപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ പെരുമാൾസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹോദയപുരം വാസ് ദ സെൻറ്റർ ഓഫ് റോയൽ റൂൾ ഇൻ CE 9th century. റൂളേഴ്സ് അഡാപ്റ്റഡ് ദ ടൈറ്റിൽ കുലശേഖര. മോസ്റ്റ് ഓഫ് ദ റീജിയൻ ഇൻ ദ present Kerala were under the rule of Perumals of that time. The region extended from Kolathanad in the north to the Wayanad in south. ഈ നാടുവാഴികളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നാടുവാഴി സ്റ്റാർട്ടഡ് റൂളിംഗ് ദെയർ റെസ്പെക്റ്റീവ് ലാൻഡ്സ്. ദ റീജിയൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ്റ്റൈൻ വാസ് നോൺ ആസ് സ്വരൂപം. അപ്പോൾ അവരുടെ ചീഫ്റ്റൈൻ്റെ അണ്ടറിലുള്ള ആ ഒരു റീജിയന് സ്വരൂപം എന്നാണ് പറഞ്ഞത്. ദ ജോയിൻറ്റ് ഫാമിലി ഓഫ് ദ ചീഫ്റ്റൈൻ വാസ് ഓൾസോ നോൺ ആസ് സ്വരൂപം. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ബിക്കെയിം ദ റൂളർ. ദർ വർ ഡിസ്പാരിറ്റീസ് ഇൻ വെൽത്ത്, മിലിറ്ററി പവർ എമംഗ് ദ നാഡൂസ്. ദ ചീഫ്റ്റൈൻസ് ഫൗട്ട് എമംഗ് ദംസെൽസ് ഫോർ പവർ. ഇനി മേക്ക് നോട്ട്സ് ഓൺ മാർക്കറ്റ് ഇൻ മിഡീവൽ കേരള. അപ്പോൾ മിഡീവൽ കേരളയിൽ നിലനിരുന്ന മാർക്കറ്റ്സ് അല്ലേ. ഗുഡ്സ് വർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റ്സ് ഹെൽപ്ഡ് ഇൻ ദ സ്ട്രെങ്തനിങ് ദ ലോക്കൽ ട്രേഡ്. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി വർ ദ മേജർ മാർക്കറ്റ്സ് ഓഫ് ദ പീരീഡ്. ദ മേജർ പോർട്സ് വർ കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. അപ്പം ഗുഡ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്തത് ഈ മാർക്കറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ ട്രേഡ്, പ്രാദേശിക വ്യാപാരം വളരെയധികം ശക്തിപ്പെടുന്നതിൽ ഈ മാർക്കറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ചിട്ടുണ്ട്. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി. അപ്പോൾ മേജർ മാർക്കറ്റ്സ് എവിടെയൊക്കെയായിരുന്നു? കൊല്ലം, കോഴിക്കോട്, കൊച്ചി, പന്തലായനി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫ്രം 5th to 15th century വേൾഡ് ഹിസ്റ്ററി നോൺ ആസ് മിഡീവൽ പീരീഡ്. അപ്പോൾ മിഡീവൽ യൂറോപ്പിലുള്ള കാര്യങ്ങളാണ് ഇവിടെ
കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിറ്റീസൊക്കെ നിങ്ങൾക്കറിയാലോ, ആർക്കിടെക്ചർ നോളജ്. ഓക്കെ, നോളജ് എന്താണ്, മെനി യൂണിവേഴ്സിറ്റി വെർ ദർ ആസ് എ സെൻറ്റർ, ദേ ഹാഡ് ദെയർ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇതൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഇവിടെ എന്ത് എഴുതാം, ഇവിടെ ന്യൂ സ്റ്റൈൽ ആർക്കിടെക്ചറിൽ നമുക്ക് റോമനക്സ് സ്റ്റൈലിൽ നിന്ന് എഴുതാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, വളരെ ക്രിസ്ത്യൻ പള്ളികളും അതേപോലെ തന്നെ സന്യാസി മഠങ്ങളും ഒക്കെ ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് ചർച്ച് എസ്റ്റാബ്ലിഷ്ഡ്. അതേപോലെ തന്നെ സിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിറ്റീസ് ആർ ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദ പോർട്ട് അല്ലേ. സിറ്റീസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ബൗണ്ടറീസ്. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്ത റൈറ്റ് എ നോട്ട് ഓൺ ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ചൈനീസ് മിഡീവൽ ഇൻ ഇന്ത്യ. ചൈനീസുകാർ ഇവിടെ എന്തൊക്കെയാണ് സംഭാവനകൾ നൽകിയതെന്നാണ്. ദ ചൈനീസ് ഇൻവെൻറ്റഡ് ദ പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺ പൗഡർ. എന്തൊക്കെയാണ് അവർ ഇൻവെൻറ്റ് ചെയ്തത്? പ്രിൻറ്റിംഗ് മെഷീൻ, അതേപോലെ ഗൺ പൗഡർ, വെടിമരുന്ന്. ദ യൂറോപ്യൻ അക്വയർഡ് നോളജ് അബൌട്ട് ദീസ് ഫ്രം ദ ചൈനീസ്. ദ പ്രിൻറ്റിംഗ് ടെക്നോളജി ഹെൽപ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ്. പ്രിൻറ്റിംഗ് ടെക്നോളജി, അതേപോലെ മറൈനസ് കോമ്പസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് ഓൾസോ എ ചൈനീസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ എന്തൊക്കെയാണ്? പ്രിൻറ്റിംഗ് മെഷീന്, ഗൺ പൗഡർ, അതേപോലെ തന്നെ മറൈനസ് കോമ്പസ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആക്ടിവിറ്റി 6, റൈറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഡ്യൂട്ടീസ്. അപ്പോൾ അവകാശങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. റൈറ്റ് ആസ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഈസ് മൈ റൈറ്റ്. അങ്ങനെ റൈറ്റും ഡ്യൂട്ടീസും എഴുതിയതാണ്. ഇനി അടുത്തത് വിച്ച് ആർ ദ മേജർ കമ്മീഷൻ ഫോംഡ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ എന്താണ്? ചൈൽഡ്, ഇപ്പോൾ നാഷണൽ ചൈൽഡ് കമ്മീഷനും അതേപോലെ സ്റ്റേറ്റ് ബേസ് ആയിട്ടുള്ള ചൈൽഡ് കമ്മീഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീഡം ഈസ് മൈ റൈറ്റ്. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റാണ്. ഷെയറിങ് ഫ്രീഡം വിത്ത് അതേഴ്സ് ഈസ് മൈ ഡ്യൂട്ടി. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് ദ റൈറ്റ് ഓഫ് പാരൻസ്. ടു ഗീവ് മൈ പാരൻസ് ഡ്യൂ കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് മൈ ഡ്യൂട്ടി. പാരൻസിനെ അവരുടെ ഓൾഡ് ഏജിൽ സംരക്ഷിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഡ്യൂട്ടിയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ഈസ് മൈ റൈറ്റ്. അപ്പോൾ റൂൾസ് ഈസ് മൈ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റാണ്. അതേപോലെ തന്നെ സ്കൂളിൻ്റെ റൂൾസൊക്കെ ഒബേ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. ദ ക്യാരക്ടറിസ് ഓഫ് റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റീസ് ആർ ഡിഫറെൻറ്റ്. കമ്പയർ ആൻഡ് പ്രിപ്പയർ നോട്ട് ഓൺ ദ വില്ലേജ് ഗ്രൂപ്പ് ആൻഡ് അർബൻ ഗ്രൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് ലൈഫ് സ്റ്റൈൽ, ഓക്യുപ്പേഷൻ, നെയ്ബർഹുഡ് റിലേഷൻ, ക്ലോത്തിങ്. ഇനി അടുത്ത ബൈ വിച്ച് നെയിം ഈസ് എ പ്ലേസ് വെർ ദ ട്രൈബൽ ലീവ് ടുഗദർ ഈസ് നോൺ ആസ് ഊര് അല്ലേ. ട്രൈബൽസൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഊര്. ഇനി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം. എന്താണ് വില്ലേജ് സിസ്റ്റത്തിൻ്റെ അവരുടെ ജീവിത രീതി എന്താണ്? ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഹാഡ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ട്രഡീഷണൽ വില്ലേജ്. ഇപ്പം ജോയിൻറ്റ് ഫാമിലിയാണ്, അവിടെ ന്യൂക്ലിയർ ഫാമിലി അല്ല. ഓക്കെ, ഒരുപാട് തലമുറകളുള്ള കുടുംബങ്ങൾ ഒന്നിച്ചിട്ടാണ് താമസം. മെനി റൂറൽ ജോയിൻറ്റ് ഫാമിലീസ് ഹാഡ് ദെയർ ഓൺ ട്രഡീഷണൽ ഓക്യുപ്പേഷൻ അണ്ടർടേക്കൻ ബൈ ദെയർ ക്ലാൻ. വില്ലേജസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു നെയ്ബർഹുഡ് റിലേഷൻ. വില്ലേജസിന് അയൽവക്ക ബന്ധങ്ങളിലൊക്കെ ഭയങ്കര പ്രാധാന്യം നൽകുന്നവരാണ്. ദേ ഷെയർ ആൻഡ് കെയർ ഫോർ ഈച്ച് അതേഴ്സ് ഹാപ്പിനെസ് ആൻഡ് സോറോ. ജനറലി ഓൾ ഓഫ് ദം ടേക്ക് പാർട്ട് ഇൻ റിച്വൽസ് ആൻഡ് ഫെസ്റ്റിവൽ. വില്ലേജസ് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ഫെസ്റ്റിവൽ ഹാവ് ഗ്രേറ്റ് പ്ലേസ് ഇൻ വില്ലേജ് ലൈഫ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വെർ ദ മേജർ സെലിബ്രേഷൻ ഇൻ ദ വില്ലേജ്. അപ്പോൾ വില്ലേജ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഉത്സവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ഉത്സവം തന്നെയാണ്. അതേപോലെ അയൽപക്കക്കാർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ, എന്നാൽ സിറ്റീസിൽ പോയാൽ എന്താണ്? സ്പീക്ക് മെനി ലാംഗ്വേജസ്, ഒരുപാട് ലാംഗ്വേജസ് സംസാരിക്കുന്നതായിരിക്കും. വെയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും. ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻ, പല ഓക്യുപ്പേഷൻസ് ഉണ്ടാവും. ഓക്യുപ്പേഷൻ റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഇൻഡസ്ട്രിയും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളായിരിക്കും അധികവും സിറ്റീസിൽ ഉണ്ടാവുക. ഇനി അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. ദ തിങ്സ് ഡയറക്ട്ലി ഒബ്റ്റൈൻഡ് ഫ്രം നേച്ചർ ആർ യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സ്. അപ്പോൾ ഇവിടെ കാറ്റഗറൈസ് ദ ഗിവൺ റിസോഴ്സ് ഹാസ് എക്സോസ്റ്റിബിൾ ആൻഡ് എവർ അവൈലബിൾ ഇൻ ദ ഗിവൺ ഫോമാറ്റ്. ഇവിടെ എക്സോസ്റ്റിബിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തീർന്നു പോകുന്നത് ഏതൊക്കെയാണ്?
നാച്ചുറൽ ഗ്യാസ് തീർന്നു പോകും, പെട്രോള് തീർന്നു പോകും, കോള് തീർന്നു പോകും. എന്നാൽ വാട്ടർ, സൺലൈറ്റ്, വിൻഡ് എവർ അവൈലബിൾ, എപ്പോഴും അവൈലബിൾ ആയത് ഏതൊക്കെയാണ്? വെള്ളം, സൂര്യപ്രകാശം, കാറ്റ്. വാട്ടർ, സൺലൈറ്റ്, വിൻഡ്. ഇനി വാട്ട് ഈസ് റിസോഴ്സ് ഡിപ്ലീഷൻ? റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിറ്റീറിയേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു റെക്ലെസ് യൂസ് ഈസ് കോൾഡ് റിസോഴ്സ് ഡിപ്ലീഷൻ. റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി, അപ്പം അനിയന്ത്രിതമായ ഉപയോഗം മൂലം റിസോഴ്സിൻ്റെ അളവിൽ വരുന്ന കുറവിനെയാണ് നമ്മൾ റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോ ലഭ്യമാക്കാൻ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്